മാധ്യമധർമ്മത്തെ അതിന്റെ വഴിക്ക് വിടാതെ ഒരു കുരുക്കിട്ട് കുടുക്കുകയായിരുന്നു മോദി സർക്കാർ. BBC വരെയുള്ള ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നതുമാണ്. അത്തരത്തിൽ സംപ്രേഷണം നിർത്തിയ ഒരു ചാനലിന്റെ കാര്യത്തിൽ BJP പകപോക്കിയതാണെന്ന് തുറന്നടിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി. കന്നഡ വാർത്താ ചാനലായ പവർ TVയുടെ സംപ്രേഷണം തടഞ്ഞതിൽ നിർണായക നീക്കമാണ് സുപ്രീം കോടതി നടത്തിയത്. സംപ്രേഷണം തടഞ്ഞ ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്യുകയായിരുന്നു. NDA നേതാവ് പ്രജ്വൽ രേവണ്ണയ്ക്കെതിരായ ലൈംഗിക അതിക്രമ കേസിന്റെ വിവരങ്ങൾ ആദ്യമായി പുറത്തുവിട്ട വാർത്താ ചാനലായിരുന്നു പവർ TV. ഇതിന് പിന്നാലെയാണ് സ്ഥാപനത്തിന്റെ സംപ്രേഷണം തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവുണ്ടാകുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് മോദിയുടെ NDAക്ക് ഏറ്റവും വലിയ മങ്ങലേൽപ്പിച്ച വിഷയമായിരുന്നു പ്രജ്വൽ രേവണ്ണയുടെ കേസ്. ആയതിനാൽ തന്നെ ആ വിഷയം സംപ്രേഷണം ചെയ്ത ചാനലിന്റെ സ്റ്റേ എന്ന് കേൾക്കുമ്പോൾ അതിൽ BJPയുടേതായിട്ടുള്ള ഒരു കൈയുമില്ല എന്നും ആർക്കും പറയാനാകില്ല. ആ പരമമായ സത്യത്തെയാണ് നമ്മുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയും BJPയുടെ പകപോക്കലെന്ന് പേരിട്ട് വിളിച്ചത്. അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും സംരക്ഷിക്കണമെന്നായിരുന്നു കോടതിയുടെ വാക്കുകൾ. ഹർജിക്കാരനെ സംരക്ഷിച്ചില്ല എങ്കിൽ ഈ കോടതി അതിന്റെ കടമയിൽ നിന്നും പരാജയപ്പെടുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, ജസ്റ്റിസുമാരായ JB പർദിവാല, മനോജ് മിശ്ര എന്നിവരടങ്ങിയ 3-അംഗ ബെഞ്ചായിരുന്നു ഹർജി പരിഗണിച്ചത്. ഹൈക്കോടതിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്ത സുപ്രീം കോടതി വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനും മറ്റു കക്ഷികൾക്കും നോട്ടീസ് അയച്ചു കഴിഞ്ഞു. ഹർജിയിൽ തിങ്കളാഴ്ച വീണ്ടും വാദം കേൾക്കുമെന്ന് കോടതിയുടെ അറിയിപ്പുണ്ട്. JDS MLA HM രമേശ് ഗൌഡയുടെ പരാതിയിലായിരുന്നു ഹൈക്കോടതി ഉത്തരവ് വന്നത്. പ്രജ്വൽ രേവണ്ണയ്ക്കെതിരായ കേസിന്റെ വിവരങ്ങൾ ചാനൽ പുറത്തുവിട്ടതിന് പിന്നാലെ പവർ TVക്ക് ലൈസൻസ് ഇല്ല എന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു MLA പരാതി നൽകിയത്. തുടർന്ന് ചാനലിന്റെ സംരക്ഷണം തടഞ്ഞുകൊണ്ട് ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിക്കുകയായിരുന്നു. ചാനലിന്റെ ലൈസൻസ് 2021 ഒക്ടോബറിൽ അവസാനിച്ചുവെന്ന് പ്രഥമദൃഷ്ട കണ്ടെത്തിയതിനാലാണ് കോടതി സംരക്ഷണം തടഞ്ഞത്. ജൂലൈ 9 വരെയായിരുന്നു ചാനലിന്റെ സംപ്രേഷണം ഹൈക്കോടതി വിലക്കിയിരുന്നതും. കേന്ദ്ര സർക്കാർ നടപടികൾ ആരംഭിച്ചിട്ടും ആവശ്യമായ ലൈസൻസ് പുതുക്കാതെ ചാനൽ സംരക്ഷണം തുടരുകയായിരുന്നു എന്നായിരുന്നു പവർ TVക്കെതിരെ ഉയർന്ന പ്രധാന ആരോപണം. തങ്ങൾക്കെതിരെ വരുന്ന വാർത്തകളുടെ വാ അടപ്പിച്ചിരുന്ന ഒരു മോദിക്കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് തിരിച്ചടികൾ കൂടപ്പിറപ്പായ മോദി സർക്കാരിനെതിരെ ആര് ചോദ്യങ്ങൾ ചോദിച്ചില്ല എങ്കിലും ചോദ്യങ്ങൾ ഉയർത്താൻ ഇപ്പോൾ സുപ്രീം കോടതിയുണ്ട്.